എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദേശാഭിമാനിയിലെ വിശേഷങ്ങളാണ്. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ ഒരു കൗതുക വാർത്തയുണ്ട്. പിണറായി വിളിച്ചു, നമ്മൾ തിരിച്ചു വരുമെന്ന് കുട്ടി സഖാവ്. ഒരു കുട്ടി സഖാവ് പറയാണ് പിണറായിയോട്, സഖാവേ വിഷമിക്കണ്ട, നമ്മൾ തിരിച്ചു വരും. ഇപ്പം 2-3 ദിവസമായിട്ട് CPM-ന്റെ ആവേശം 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. അറിയാലോ, ഈ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അതായത് 8 വയസ്സ് 9 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളുടെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് മെറ്റ നീക്കം ചെയ്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അത് മെറ്റയുടെ ചില നിബന്ധനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് അവരുടെ ആ അക്കൗണ്ട് പൂട്ടിച്ചത്. നമുക്കറിയാം, കുട്ടികളെ ഉപയോഗിച്ചിങ്ങാണ്ട് ഇമ്മാതിരി തെമ്മാടിത്തങ്ങൾ ചെയ്യുന്നത് മെറ്റ അനുവദിക്കില്ല. കാരണം 8-ാം ക്ലാസ്സിലാണ് നമുക്ക് സഹിക്കാം. 8 വയസ്സുള്ള കുട്ടികൾ, ഈ 8 വയസ്സുള്ള കുട്ടികൾ ചെങ്കൊടിയും പിടിച്ചിട്ട് CPM-ന്റെ പ്രചാരകരാകുക, ശുദ്ധ തെമ്മാടിത്തം അല്ലെ, ശുദ്ധ തെമ്മാടിത്തമാണ്. പക്ഷെ അതെന്തോ മെറ്റ വലിയ അപരാധം ചെയ്തു. മെറ്റയല്ല അപരാധം ചെയ്തത്, ഇത് ചെയ്തത് സതീശനാണെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണത്രേ മെറ്റയോട് വിളിച്ചു പറഞ്ഞത്. ഈ കുട്ടികള്, സതീശൻ വിറച്ചു എന്നാ പറയുന്നത്, കുട്ടികളെ കണ്ടിട്ട്. അതായത് അതിലേതോ ഒരു കുട്ടി പറയുന്നുണ്ട്, 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ ഈ അക്കൗണ്ട് പൂട്ടിയാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങളെ ചെങ്കൊടിതാ ബെട്ടയാണ് ചെങ്കൊടി. ആരോ പറയിപ്പിക്കാണ്. ഇവൻ എന്താണ് 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് ചെങ്കൊടി, എന്താണ് കമ്മ്യൂണിസം, എന്താണ് CPM, എന്താണ് കേരളത്തിലെ CPM-ന്റെ സ്ഥിതി? ഈ 3-ാം ക്ലാസ്സിലെ കുട്ടിക്ക് വല്ല ബോധമുണ്ടോ? ഈ കുട്ടീനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇവൻ ബാലസംഘത്തിന്റെ എന്തോ കൊണസ്ട്രാളാണത്രേ. ബാലസംഘത്തിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ഇമാതിരി കുറച്ച് കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് ഈ ഒരു, നിങ്ങളെല്ലാവരും കണ്ട വീഡിയോ ആയിരിക്കും, രസമൊന്നുമില്ല. ഇന്നിപ്പോ ദേശാഭിമാനി 1-ാം പേജില് അതിലെ ഒരു കുട്ടി സഖാവിനെ പിണറായി അങ്ങോട്ട് വിളിക്കാണ്. പിണറായിക്ക് ഇപ്പൊ വേറെ പണിയൊന്നുമില്ല, ചൊറിയും കുത്തി ഇരിക്കുകയാണെന്നാ തോന്നുന്നത്. അല്ല, നിങ്ങൾ നോക്കണം, അവിടെ ഒരു ശുദ്ധ തെമ്മാടിത്തം ചെയ്ത ആരാണെന്ന് അറിയില്ല. ആ കുട്ടികളുടെ രക്ഷിതാക്കളാണോ അതല്ല അവിടുത്തെ ഏതെങ്കിലും മൂത്ത കമ്മികളാണോ എന്നൊന്നും അറിയില്ല. പോട്ടെ, ഈ കുട്ടികളെ പിണറായി വിളിക്കുകയാണ്. അപ്പൊ കുട്ടികൾ പിണറായിനോട് പറയാണ്, ഇതിൽ പറഞ്ഞ ഏറ്റവും വലിയ രസം എന്താ അറിയോ, എന്താ പാട് എന്നാ ചോദിക്കുന്നത്. 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പിണറായിയോട് ചോദിക്കുകയാണ്, അല്ല ഇപ്പൊ എന്താ പാട്? നമ്മൾ സാധാരണ നമ്മുടെ ഈ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ നമ്മൾ സാധാരണ ഒരാളുടെ വിശേഷം ചോദിക്കുക, അല്ല എന്താപ്പ നിങ്ങളെ പാട് എന്ന് ചോദിച്ചാൽ സാധാരണ ആൾക്കാരെ ഒരു മക്കാറാക്കുന്ന ചോദ്യമാണത്. കാരണം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരോട്, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളോട് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ ചോദിക്കേണ്ട, അല്ല ഇപ്പൊ എന്താപ്പ നിങ്ങളെ പാട് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ എന്താ നിങ്ങൾ ചെയ്യാൻ പോണ് എന്ന ഒരു ആദ്യ ചോദ്യമാണത്. പക്ഷെ പിണറായി തന്ത്രപൂർവ്വം കുട്ടികളുടെ ആ ചോദ്യം കേട്ടില്ല കേട്ടോ. എന്നെ ഏറ്റവും അധികം രസിപ്പിച്ചത് ആ ചോദ്യമാണ്. ആ ചുവന്ന ഷർട്ട് ഇട്ട ആ കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പൊ എന്തപ്പം സഖാവിന്റെ പാടെന്താ? പിണറായി കേട്ടില്ല. അതിന്റെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞിട്ട് ഈ കുട്ടികൾ പറയുന്നുണ്ട്, എന്താ സഖാവെ നമ്മൾ തിരിച്ചു വരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതാണ് ദേശാഭിമാനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ, കേരളത്തില് CPM തിരിച്ചു വരും എന്ന് തലയിൽ അത്യാവശ്യം എന്തെങ്കിലും ഒരു ചെറിയ ബോധവും വിവരമുള്ള ആൾക്കാർ ഒന്നും പറയില്ല. 35 സീറ്റ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയോ ഈച്ചഭാഗ്യം കൊണ്ട് 35 സീറ്റ് കിട്ടി അല്ലെ. 26 CPM-നും 8 CPI-ക്കും പിന്നെ RJD-ക്ക് 1, 26, 8, 34, 1, 35. അടുത്ത തെരഞ്ഞെടുപ്പിൽ 35-ന് പകരം 3 കിട്ടുമോ? സംശയമാണ്. കാരണം ആ രീതിയിലാണ് ഇവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ പോകുന്നത്. ഇന്ന് 18-ാം തീയതിയാണ്. 18-ാം തീയതിയുടെ ഒരു പ്രാധാന്യം അറിയാലോ. അതായത് മെയ് 18-നാണ് VD സതീശൻ സർക്കാർ അധികാരമേറ്റത്. മെയ് 18, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് അല്ലെ, 3 മാസം. ഇന്ന് 3 മാസം തികയുന്നു. VD സതീശൻ സർക്കാർ അധികാരമേറ്റ് 3 മാസം തികയുന്ന ഇന്ന് പിണറായി സന്തോഷിക്കുകയാണ്. കാരണം സഖാവെ നമ്മൾ തിരിച്ചു വരുമെന്ന് പറയുന്നത് 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ പിണറായിയോട് പറയണം നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ CPM-ന് ആകെ ഇപ്പം ആശ്രയം അല്ലെ. CPM-ന് ഇപ്പൊ ആകെ ആശ്രയമാകുന്നത്
ബുദ്ധിയുറയ്ക്കാത്ത കൊച്ചുകുട്ടികൾ, പിഞ്ചു പൈതങ്ങൾ അല്ലെ, 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇവർക്ക് എന്ത് രാഷ്ട്രീയ ബോധം വരണമെങ്കിൽ അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ. എനിക്ക് നമ്മൾ സാധാരണ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ സ്ഥിതിഗതികളൊക്കെ ഒന്ന് പഠിച്ച് എന്താണ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു വിവരമൊക്കെ വരുള്ളൂ. കുറച്ചും കൂടി എത്തുമ്പോഴാണ് അതാണ് പണ്ടത്തെ SFIക്കാരും DYFIക്കാരും CPMകാരൊക്കെ പിന്നെ പാർട്ടി വിടുന്നത് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് ഇവർക്ക് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ ചെയ്തു പോയത് മുഴുവൻ അബദ്ധമാണല്ലോ, നമ്മൾ പോയ വഴി തെറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ തിരിച്ചു വരുന്നത്. അപ്പോൾ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞ വാർത്ത ദേശാഭിമാനിക്ക് എന്താ പറയാ വലിയ പലഹാരം. ആ വാർത്ത എങ്ങനെയാണേ, വൈറൽ വീഡിയോയിലൂടെ ശ്രദ്ധേയനായ കുട്ടി സഖാവ് മുഹമ്മദ് സെയിൻ സമാൻ, അവന്റെ പേരതാണ് ആ കുട്ടിയുടെ, മുഹമ്മദ് സെയിൻ സമാനെയും കൂട്ടുകാരെയും വീഡിയോ കോളിൽ വിളിച്ച് ആശംസകൾ നേർന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഒരു ഗതികേട് ആലോചിച്ചു നിങ്ങൾ. 10 വർഷം കേരളം ഭരിച്ച് കഴിഞ്ഞ ഒരു 28 വർഷം പാർട്ടിയെ കൈക്കൊമ്പിളിൽ കൊണ്ടു നടന്ന 10 വർഷം മുഖ്യമന്ത്രി, അതിന്റെ മുന്നേ ഒരു 15 വർഷം പാർട്ടി സെക്രട്ടറി, അങ്ങനെ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഒരു 15 വർഷം, പിന്നെ ഒരു 10 വർഷം മുഖ്യമന്ത്രിയായിട്ടും. അപ്പൊ പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ പിണറായിയുടെ കയ്യിലായിരുന്നു പാർട്ടി. അങ്ങനെയുള്ള പാർട്ടി കേരളത്തില് കുത്തിയൊലിച്ചു പോയി. അപ്പോഴാണ് പിണറായിയുടെ എപ്പോഴും പ്രതീക്ഷ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ അവര് പറയാണ്, സഖാവേ നമ്മള് തിരിച്ചു വരും, വിഷമിക്കണ്ടോ. കുട്ടികളുമായി വിശേഷം പങ്കിട്ട പിണറായിയോട് നമ്മൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞാണ് സമാൻ സംസാരം അവസാനിപ്പിച്ചത്. അതാണ് ദേശാഭിമാനിയെ പുളകം കൊള്ളിച്ചത്. കഷ്ടമല്ലേ, കഷ്ടം എന്നല്ലാതെ എന്താ പറയാ. വെട്ടം മുറിവാഴിക്കൽ കളത്തിൽ പറമ്പിൽ സൈനുദ്ദീൻ ആബിദിന്റെ മകനും ബാലസംഘം യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയുമായ സമാന്റെ ഇൻസ്റ്റഗ്രാമിലെ കുട്ടി സഖാവ് പേജാണ് മെറ്റ കഴിഞ്ഞ ദിവസം പൂട്ടിച്ചത്. ഇത് സതീശൻ പൂട്ടിച്ചെന്നാ പറയുന്നത് കേട്ടോ, സതീശൻ പൂട്ടിച്ചു എന്നാ പറയുന്നത്. സതീശൻ എങ്ങനെയാണ് ഈ മെറ്റയുടെ ഈ നിയന്ത്രണം സതീശന് എങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പറയുന്നതിന് എന്തെങ്കിലും ഒരു ഇത്രയും വിഡ്ഢിത്തം ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, പൊട്ടന്മാര്. പോട്ടെ. ബാലസംഘത്തിന്റെ ഓഫീസും പ്രവർത്തനങ്ങളും പങ്കുവെച്ച വീഡിയോക്ക് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദനം അറിയിച്ചിരുന്നു. പ്രമുഖർ എന്ന് പറഞ്ഞാൽ മരുവൻ തന്നെ. മരുവൻ പറഞ്ഞിരുന്നു, മരുവൻ ലാൽ സലാം കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പാവം ആ മരുവന്റെ സ്ഥിതി, മരുവന്റെ വീട്ടിലൊക്കെ മരുവന്റെ എന്താ പറയാ ശിങ്കിടികളുടെ അല്ലെ, മരുവന്റെ സുഹൃത്തുക്കളുടെ 8ഓളം സ്ഥാപനങ്ങളിൽ ഇപ്പതാ ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മരുവൻ പിടിയിലാകും. അത് വേറൊരു കാര്യം, അത് ഞാൻ രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് അത് പറയുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ സെമിനാറിൽ അതിഥിയായാണ് സമാനും കൂട്ടുകാരും. ഇനിയിപ്പോ ഇവരെ എല്ലാ സ്ഥലത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ CPMന്റെ ഒരു ആശ്വാസ മുഖമാണ് ഈ പറഞ്ഞ സമാൻ എന്ന് പറയുന്ന 3ാം ക്ലാസ്സുകാരൻ പയ്യൻ. പിണറായി വിജയൻ വരെ ഇവരെ നമിക്കുകയാണ്. പിണറായി വിജയന് ഏക ആശ്വാസം ഈ പറയുന്ന സമാനും കൂട്ടരുമാണ്. അതാണ് ഒരു പടക്കണ്ടേ മൂപ്പരിത് ഇങ്ങനെ കാണുന്നത്. ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി. ഓരോ ദിവസവും നമുക്ക് ദേശാഭിമാനി വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞാലേ അതിനൊരു സുഖമുണ്ട്. അപ്പൊ ഇന്നത്തെ ആഗസ്റ്റ് മാസം 18-ാം തീയതിയിലെ ദേശാഭിമാനി വിശേഷങ്ങളാണ്. കാരണം ദേശാഭിമാനി മിക്കവാറും വീടുകളിലൊക്കെ ഈ പറയുന്ന സഖാക്കന്മാര് ഭീഷണിപ്പെടുത്തി കൊണ്ടുവിടും, പക്ഷെ ആരും കൈകൊണ്ട് തൊട്ടു നോക്കാറില്ല. പക്ഷെ അതിനുള്ളിൽ നിങ്ങൾ വായിക്കണം. നമ്മൾ തമാശ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇമ്മാതിരി കോമഡി നിങ്ങൾക്ക് വേറെ എവിടുന്നും കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കഴിയുന്നത് നിങ്ങളുടെ ഈ ജീവിതം, വിരസമായ ജീവിതം സന്തോഷകരമാക്കാൻ, ത്രില്ലടിപ്പിക്കാൻ, ആഹ്ലാദകരമാക്കാൻ, പൊട്ടിച്ചിരിക്കാൻ ഒക്കെ നിങ്ങൾക്ക് ഇത് വായിക്കുന്നത് നല്ലതാണ്. അപ്പൊ എല്ലാ ദിവസവും ഞാനൊരു 4-5 വാർത്ത നിങ്ങളെ കേൾപ്പിക്കാം. സീതിയാജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോൾമയർ, അങ്ങനെ ഒരു കോൾമയർ നിങ്ങൾക്ക് കൊള്ളാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാവർക്കും ഒരു കോൾമയർ ഉണ്ടായി എന്ന് കരുതുന്നു. ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.